ഓവറാൾ എൽ ടാബ്ലറ്റ്. ഓവറൽ എൽ ടാബ്ലറ്റ് ഗർഭനിരോധനത്തിനായി ഉപയോഗിക്കുന്ന ഒരു സംയോജിത ഓറൽ ഗർഭനിരോധന ഗുളികയാണ്. ഇതിൽ 2 ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നു. എത്തിനിൽ എസ്ട്രാഡിയോൾ, എസ്ട്രോജന്റെ ഒരു സിന്തറ്റിക് രൂപം. ലെവോനോർഗസ്ട്രൽ, ഒരു പ്രോജസ്റ്റിൻ, സിന്തറ്റിക് പ്രോജസ്ട്രോൺ. ഓവറൽ എൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഓവറൽ എൽ ഗർഭധാരണം തടയുന്നത് നിരവധി രീതികളിലാണ്. അണ്ഡോത്പാദനം തടയൽ. ഓരോ മാസവും അണ്ഡാശയങ്ങളിൽ നിന്ന് മുട്ട വിടുവുക തടയുന്നു. ഗർഭാശയ ഗ്രീവാഗ്രത്തിലെ കഫം കട്ടിയാക്കൽ. ഗർഭാശയ ഗ്രീവാഗ്രത്തിലെ കഫം കട്ടിയാക്കുന്നു. ഇത് വീര്യമുട്ടയിലേക്ക് എത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഗർഭാശയ ഭിത്തി മാറ്റുക. ഗർഭാശയത്തിന്റെ അസ്തരം മാറ്റുന്നു. ഇത് ഫലഭൂയിഷ്ടമായ മുട്ട അതിൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഓവറൽ എൽ ഉപയോഗങ്ങൾ. ഗർഭനിരോധനം. ഓവറൽ എൽ പ്രാഥമികമായി ഗർഭം തടയാൻ ഉപയോഗിക്കുന്നു. മാസവിധി അസ്വസ്ഥതകളുടെ ചികിത്സ. ഭാരമുള്ള രക്തസ്രാവം അല്ലെങ്കിൽ വേദനാജനകമായ കാലഘട്ടങ്ങൾ തുടങ്ങിയ ചില മാസവിധി അസ്വസ്ഥതകൾ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കാം. ഡോസേജ്. ഓവറൽ എൽ സാധാരണയായി ദിവസവും ഒരു ടാബ്ലറ്റ് വീതം ഒരേ സമയത്ത് കഴിക്കുന്നു. സാധാരണയായി 21 ദിവസത്തേക്ക് കഴിക്കുന്നു. തുടർന്ന് 7 ദിവസത്തെ ഹോർമോൺ രഹിത ഇടവേളയുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. പാർശ്വഫലങ്ങൾ. ഓവറൽ എൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. അവ ഉൾപ്പെടുന്നു: ഓക്കാനം, ഛർദി, മുലക്കണ്ണ് കോർച്ച, തലവേദന, മാനസികാവസ്ഥാ വ്യതിയാനങ്ങൾ, ഭാരം വർദ്ധിക്കുക, കാലഘട്ടങ്ങൾക്കിടയിൽ പുള്ളികൾ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടാൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. പ്രത്യേക കരുതലുകൾ. പുകവലി. ഓവറൽ എൽ കഴിക്കുമ്പോൾ പുകവലി ശ്വാസം മുട്ടൽ, ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവ പോലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കും. വൈദ്യശാസ്ത്രപരമായ അവസ്ഥകൾ. രക്തം കട്ടപിടിച്ചിൽ, ഉയർന്ന രക്തസമ്മർദ്ദം, കരൾ രോഗം തുടങ്ങിയ ചില വൈദ്യശാസ്ത്രപരമായ അവസ്ഥകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറൽ എൽ കഴിക്കാൻ കഴിയില്ലായിരിക്കാം. മറ്റ് മരുന്നുകൾ. ഓവറൽ എൽ നിങ്ങൾ കഴിക്കുന്ന മറ്റ് മരുന്നുകളുമായി ഇടപഴകാം. അതിനാൽ ഓവറൽ എൽ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ മരുന്നുകളെക്കുറിച്ചും നിങ്ങളുടെ ഡോക്ടറോട് പറയുക. നിരാകരണം. ഈ വിവരങ്ങൾ വിദ്യാഭ്യാസപരമായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക.